ഹായ് അപ്പോ വെൽക്കം ബാക്ക് ടു മീറ്റ് നെക്സ് നന്ദൂസ് ഗൈസ്. സമയം ഇപ്പോൾ 8:32 കുളിച്ചിട്ടൊന്നുമില്ല, പണിയിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും കുളിക്കാതെ ഇന്നലെ പൊട്ടോട്ടേക്കുന്നത് എന്തായാലും തൊട്ട പൊട്ടാണ്, പോയിട്ടില്ല ഇതുവരെയായിട്ട്. എന്നിപ്പോൾ കല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ പോവാ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എവിടെ ഇരിക്കണ്ടായിരുന്നു. വിശക്കുന്നുണ്ട് നല്ല രീതിക്ക്. ദിസ് ഈസ് കട്ടൻ ചായ, ചൂടുള്ള കട്ടൻ ചായയും ഈ സംഭവം സൂപ്പറാണ്, ട്രൈ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട്. എല്ലാവരും ഓണത്തിന് ഓണക്കോടി എടുത്തു, നമ്മളൊന്നും എടുത്തില്ല. അപ്പം നിങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് രാവിലെ എനിക്കിപ്പോൾ അമ്മ പറഞ്ഞു പോയി ഡ്രസ്സ് എടുക്കൂ. അപ്പം ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പം നമുക്ക് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഡ്രസ്സ് എടുക്കാം. ഉച്ച വേണ്ട, ഭയങ്കര പൊരിഞ്ഞ വെയിലായിരിക്കും. വൈകുന്നേരമൊക്കെ നമുക്ക് പോവാം. വൈകുന്നേരം എപ്പോഴാ വെച്ചാൽ പോവാം ഇല്ലേ. ആരോരുമില്ലാത്ത തെണ്ടി, പക്ഷേ ആറടി മണ്ണിന്റെ ജന്മി ഞാൻ, ആറടി മണ്ണിന്റെ ജന്മി. ഇതാണ് എന്താണമ്മ ഇത്? പറ. അയ്യേ ഗൈസ്, ഇതാണ് ദോശ അല്ലാട്ടാ, ഗോതമ്പ് ദോശ. പുള്ളിക്കാരി പാട്ടൊക്കെ വെച്ചിട്ടേ കറി ഉണ്ടാക്കത്തുള്ളൂ എന്നൊക്കെയാണ്. എന്നിട്ട് എന്തെന്ന് എനിക്ക് എന്ത് ഉണ്ടാക്കി തന്നെ അത് പറ. എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, തിന്നാത്തിന് കുഴപ്പമാണ്. ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കി തന്നെ പറ. മീൻ പൊട്ടത്, മീൻ കറി. ഞാൻ ഈ മീൻ വറുത്തത് കണ്ടത് ഇന്നലെയാ. അപ്പൊ എന്തെടുക്കാതിരുന്നത്? എത്ര ദിവസം? എന്റെ വാ പൊട്ടിയിരിക്കുക, പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാം. അതെന്റെ കുഴപ്പമില്ല. നല്ല നല്ല കറികളൊക്കെ വെച്ചു കൊടുത്തിട്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥ. കറികളൊക്കെ ആലങ്കായ പൂത്തപ്പ കാക്കക്ക് വാപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ. കേട്ടല്ലോ, ഇതാണമ്മ. പിന്നെ നിന്റെ വായിൽ നിറച്ച് പോളോല്ലേ? ആകെ 2 പോളുണ്ട്. ആ 2 പോളം ഉണങ്ങിപ്പോയി. ഇനി എന്താ വേണ്ടത്? ഡ്രസ് എടുക്കാൻ പോണം, അതാണ് മെയിൻ എയിം. തക്കാളിക്കറിയൊക്കെ ഉണ്ട്. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്ന്. ഞാന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ അന്ന് നമ്മുടെ അമ്മയുടെ അമ്മയുണ്ട്, അമ്മ പുള്ളിക്കാരി വന്നുകൊണ്ടിരിക്കുന്നത് നോക്കാനായിട്ട്. അപ്പം അന്ന് ഉച്ചക്കട്ട് ഫുഡ് വേണമായിരുന്നു. അപ്പം ഈ എൻ്റെ അമ്മ അന്ന് തക്കാളിക്കറി ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. പക്ഷെ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അപ്പം ഞാൻ പിന്നെ പറയും, അന്ന് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉണ്ടാക്കിയ തക്കാളിക്കറി ഉണ്ടാക്കിയിട്ടാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കി, പക്ഷേ ആ ടേസ്റ്റ് വന്നിട്ടില്ല. ഹായ് ഗൈസ്. അപ്പോൾ അമ്മ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പോയി. ഇനി അമ്മേനെ വൈകിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡ്രസ്സ് എടുക്കാനായിട്ട് 1000 രൂപ. ഈ 1000 രൂപക്ക് ഞാൻ ഡ്രസ്സ് എടുക്കും തീർച്ചയായിട്ടും. പൊതുവെ ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലല്ല. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ആഗ്രഹം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം എന്നുള്ളത് കൊണ്ട് ഞാനങ്ങനെ പൊതുവെ അങ്ങനെ ശീലിച്ചു പോയി. എനിക്ക് അങ്ങനെ താല്പര്യമില്ല, ഒന്നിനോടും അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ 1000 രൂപക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകും ഗൈസ്. പിന്നെ അത് പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആശിഷേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നു, ഞാൻ ചിരിക്കുന്നില്ല.
അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെ ആ ഫ്ലോക്ക് ഇങ്ങനെ പറഞ്ഞോളാണ്. എനിക്കങ്ങനെ ചിരി വരൂല. ചില സന്ദർഭങ്ങളിൽ മാത്രമേ വരുള്ളൂ. വെയിലൊക്കെ ചെയ്യുമ്പോൾ ക്യൂട്ട്നെസ് വരിടാൻ വേണ്ടി മാത്രമേ ഞാൻ ചിരിക്കത്തുള്ളൂ. അല്ലാത്ത സമയങ്ങളെല്ലാം ഇങ്ങനെ. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേരോട് ചോദിച്ചാൽ മനസ്സിലാകും എൻ്റെ അന്നത്തെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് രാവിലെ പറഞ്ഞതുപോലെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ എന്തായാലും ഫോണൊന്നും എടുക്കണമൊന്നുമില്ല. പുറത്ത് പോയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു പുറത്തോട്ട് പോകുന്നതിൻ്റെ വീഡിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ. പക്ഷേ ചാർജില്ല ഫോണിൽ. അപ്പോൾ ഫോണോടെ കുത്തിയിട്ടിട്ട് എന്തായാലും പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു കണ്ടൻ്റായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഞാൻ ഇതിനകത്ത് മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.